എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. നമുക്കിന്ന് വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പി കാണാം, ഒരു പൊട്ടാറ്റോ കാഷ്യൂ കറി. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. ചെറുതായതുകൊണ്ട് ഞാൻ 4 എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് മീഡിയം സൈസിലുള്ള 2 സവാളയും 1 മീഡിയം സൈസിലുള്ള തക്കാളിയും 1 പച്ചമുളകും വേണം. ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കശുവണ്ടി, ഒരു ചെറിയ പിടിയുടെ അരപ്പിടി മാത്രം കശുവണ്ടി വെള്ളത്തിൽ കുതിരാനായിട്ട് നമുക്കൊന്ന് ഇട്ട് വെക്കാം. ഈ കറി നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കുക്കറിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച മണം മാറാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളിയും സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം. സവാളയുള്ളി ഇതുപോലെ കനം കുറച്ച് സ്ലൈസ് ചെയ്തോണം നമ്മൾ എടുക്കാനായിട്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നല്ല കളറൊന്ന് മാറാൻ തുടങ്ങുന്നവരെ, ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല നേർത്ത് കളറൊക്കെ ഒന്ന് മാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടിൽ കുറച്ചും കൂടെ നമ്മുടെ ഉള്ളി വാടിയിട്ടുണ്ട്. കളറ് അത്രയ്ക്കും ഇങ്ങോട്ട് അറിയാത്ത കൊണ്ടിട്ടാണ്. തക്കാളി നമ്മളിതുപോലെ സ്ലൈസ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഇനി നല്ലപോലെ സോഫ്റ്റായിട്ട് നമ്മുടെ എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം വഴറ്റി നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ഒരു പരുവം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ചെറിയ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി. ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 1 വിസിലിനാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിവിടെ ഇരുന്ന് വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക്, ചെറിയ മിക്സിയുടെ ജാറ് വേണം, ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മാത്രം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി കാഷ്യൂസ് ചേർത്ത് കൊടുക്കുക. വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലപോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കാഷ്യൂസും ആ തേങ്ങയും മാത്രം ഒന്ന് ആദ്യം അരച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ചതഞ്ഞതിന് ശേഷം നമുക്ക് കുതിരാൻ ഉപയോഗിച്ച വെള്ളം തന്നെ ചേർത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. തരികളൊന്നും ഇല്ലാത്ത നല്ല സ്മൂത്ത് ഫൈൻ പേസ്റ്റായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. ഈ സമയം കൊണ്ട് 1 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ആവി പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ കശുവണ്ടി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ആവശ്യത്തിന് ലൂസാക്കി എടുക്കുക. മിക്സിയുടെ ജാറിലേക്കാണ് നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് കഴുകി ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് ലൂസാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ 2-3 മിനിറ്റ് ഇതിവിടെ ഇരുന്ന് ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കരുത്, കാരണം ഇതിരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് താളിച്ച് കൊടുക്കാം. അതിനായിട്ടൊരു ചെറിയ കടായിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. സ്പ്ലിറ്റ് കാഷ്യൂസും കൂടി ചേർത്ത് കൊടുത്ത് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതേ കടായിലേക്ക് തന്നെ നമുക്ക് 1 പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ടതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് രണ്ടും നമ്മുടെ കറിയിലേക്ക് താളിച്ച് ചേർക്കുമ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കാഷ്യൂ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെയ്ച്ചോറിൻ്റെയും വെജ് റൈസിൻ്റെയും ഒക്കെ കൂടി ഇത് കഴിക്കാവുന്നതാണ്. ചപ്പാത്തിക്കും പൂരിക്കും മാത്രമല്ല ചോറിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടമാകാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.